പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 5. പ്രധാന വാർത്തകൾ. തലസ്ഥാന നഗരിയിൽ നിന്നും 160 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമീണ പ്രദേശമായ അൽ അവാബിയിലെ മലയാളി കൂട്ടായ്മ വയനാടിന്റെ ദുരിതാശ്വാസത്തിലേക്ക് 1,15,000 രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറി. അവാബിയിൽ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും അന്യരാജ്യക്കാരുമായവർ ചേർന്ന് ബിരിയാണി ചലഞ്ചിലൂടെയും സംഭാവനയുമായി സ്വരൂപിച്ച തുകയാണ് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് അവാബി മലയാളി കൂട്ടായ്മ സെക്രട്ടറി കൃഷ്ണൻകുട്ടിയും നന്ദഗോപനും ചേർന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാകാനും അവരുടെ ഹൃദയവേദനയിൽ ഒപ്പം നിന്ന് പ്രവർത്തിക്കുവാനുമാണ് ഈ തുക സമാഹരിച്ചതെന്ന് അവാബി മലയാളി കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. വ്യാജ വിദേശ കറൻസിയുമായി അറബ് പൗരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ പരിശോധനയിലാണ് നിരവധി വ്യാജ നോട്ടുകൾ കണ്ടുകെട്ടിയത്. പ്രതിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. തട്ടിപ്പുകളിൽ ഇരയാവാതിരിക്കാൻ അംഗീകൃത സ്ഥാപനങ്ങൾ വഴി കറൻസികൾ കൈമാറ്റം ചെയ്യണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ രക്ഷിതാക്കളുടെ കൂട്ടായ്മ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായി വീണ്ടും ചർച്ച നടത്തുകയും നിവേദനം നൽകുകയും ചെയ്തു. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പൊതുവിലും മസ്കത്ത് ഇന്ത്യൻ സ്കൂളുകളിൽ പ്രത്യേകമായും നേരിടുന്ന അക്കാദമികവും മറ്റനുബന്ധ വിഷയങ്ങളും ചർച്ചയിൽ രക്ഷിതാക്കൾ ഉന്നയിച്ചു. സ്കൂൾ അധ്യയന വർഷം പകുതിയായിട്ടും ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ പാഠപുസ്തക വിതരണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. സമാന വിഷയം ഉന്നയിച്ചുകൊണ്ട് രക്ഷിതാക്കൾ നേരത്തെ ഒമാനിലെ ഇന്ത്യൻ അംബാസഡറെയും സ്കൂൾ ഡയറക്ടർ ബോർഡിനെയും പലതവണ സമീപിച്ചിരുന്നു. എന്നാൽ അധ്യയന വർഷം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടും പാഠപുസ്തകങ്ങളുടെ വിതരണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഇത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പാഠപുസ്തക വിതരണ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് രക്ഷിതാക്കൾ ചർച്ചയിൽ ചെയർമാനോട് ആവശ്യപ്പെട്ടു. അതോടൊപ്പം പുസ്തക വിതരണത്തിനായി ചുമതലപ്പെടുത്തിയ ഏജൻസിയുടെ കുറ്റകരമായ വീഴ്ചയ്ക്കെതിരെ സ്കൂൾ ഡയറക്ടർ ബോർഡ് എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും രക്ഷിതാക്കൾ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളും മറ്റു അനുബന്ധ സാമഗ്രികളും സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിൽ സ്കൂൾ ഡയറക്ടർ ബോർഡും മാനേജ്മെന്റും കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. ഗതാഗതം, ലോജിസ്റ്റിക്, IT മേഖലകളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്ന തസ്തികകൾ പ്രഖ്യാപിച്ച് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം 4 ഘട്ടങ്ങളിലായി 2027 ജനുവരിയോടെയാണ് സ്വദേശിവൽക്കരണം പൂർത്തിയാകുക. കൊമേഴ്ഷ്യൽ ബ്രോക്കർ, ഫോക്ക് ലിഫ്റ്റ് ഡ്രൈവർ, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, ഷിപ്പ് ടൈപ്പിംഗ് ആൻഡ് സെക്യൂറിംഗ് വർക്കർ, ലേബർ സൂപ്പർവൈസർ, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സൂപ്പർവൈസർ, ക്വാളിറ്റി സൂപ്പർവൈസർ, പുതിയ വാഹനങ്ങളുടെ വിൽപ്പന, ക്വാളിറ്റി ഓഫീസർ, ക്വാളിറ്റി കൺട്രോൾ മാനേജർ, ഗുഡ്സ് അറേഞ്ചർ, ട്രാവൽ ഏജന്റ് എന്നിവ ഈ മാസം 2 മുതൽ സ്വദേശിവൽക്കരിച്ചു. 2025 ജനുവരി മുതൽ മറൈൻ കൺട്രോൾ, ഷിപ്പ് ട്രാഫിക് കൺട്രോൾ എന്നിവയും 2026 ജനുവരിയിൽ ജനറൽ സിസ്റ്റം അനലിസ്റ്റ്, ഇൻഫർമേഷൻ സിസ്റ്റം നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ്, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഓപ്പറേറ്റർ എന്നിവയും 2027 ജനുവരിയിൽ വെബ്സൈറ്റ് ഡിസൈനർ, ഓപ്പറേഷൻസ് അനലിസ്റ്റ് എന്നിവയും വിവിധ മേഖലകളിൽ ഒമാനികൾക്ക് മാത്രമായി മന്ത്രാലയം പ്രത്യേക ജോലികൾ അനുവദിക്കാനും പദ്ധതിയുണ്ട്. തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ചാണ് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. ഓരോ വർഷത്തേക്കും ലക്ഷ്യങ്ങളും നിശ്ചയിച്ചതായി മന്ത്രാലയം അറിയിച്ചു. 2024 ഗതാഗത ലോജിസ്റ്റിക് മേഖലയിൽ 20%, കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ 31%മാണ് സ്വദേശിവൽക്കരണം ലക്ഷ്യമിടുന്നത്. 2040 ഈ മേഖലകളിലെ പ്രൊഫഷണൽ ജോലികൾ സ്വദേശിവൽക്കരിക്കുകയാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. തിരുനബി ജീവിതത്തിന്റെ സ്നേഹചരിത്രവും പ്രകീർത്തന പുണ്യം നിറഞ്ഞ ഇഷ്കിന്റെ പ്രകടനങ്ങളുമായി മീലാദ് മാസത്തെ വരവേറ്റു ഒമാനിലെ വിശ്വാസി സമൂഹം. മനുഷ്യർക്കാകെ നന്മയുടെ സന്ദേശം പകർന്നു നൽകിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം സമുചിതം ആചരിക്കാനൊരുങ്ങി. പ്രവാചക സ്മരണ പുതുക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികൾ വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ റബീഉ മാസത്തിൽ എല്ലായിടത്തും നടക്കുകയാണ്. ICF റബീഉൽ അവൽ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. വിവിധ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ഇരുലോകത്തും വിശ്വാസിയുടെ പ്രതീക്ഷയായ തിരുനബിയെ കൂടുതൽ കേൾക്കാനും അറിയാനും അടുക്കാനും അവസരമൊരുങ്ങുന്ന മാസമാണ് റബീഉൽ അവൽ. പ്രവാചക
പ്രവാചകന്റെ പ്രകൃതവും പ്രഭാവവും എന്ന ശീർഷകത്തിൽ മസ്കത്ത് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമിന് കീഴിൽ ഒരു മാസം നീണ്ടുനിൽക്കുന്ന മീലാദ് ക്യാമ്പയിന് നാളെ തുടക്കം കുറിക്കും. മസ്കത്ത് റേഞ്ച് പരിധിയിലുള്ള 35 മദ്രസ കേന്ദ്രങ്ങളിലും മൗലിദ് സദസ്സുകൾ നടക്കും. കൂടാതെ വിവിധ മദ്രസകളിലായി ബുർദ മജ്ലിസ്, കിഡ്സ്, ടീനേജ് സർഗസംഗമം, യുവജന സംഗമം, വീട്ടകം മൗലിദ്, മദ്രസ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പരിപാടികൾ, പ്രകീർത്തന സദസ്സ്, മദ്ഹുൻ നബി പ്രഭാഷണം, മീലാദ് കോൺഫറൻസ് എന്നീ പരിപാടികൾ സംഘടിപ്പിക്കും. ക്യാമ്പയിൻ ഉദ്ഘാടനം നാളെ രാത്രി 7 മണിക്ക് സുഹാർ നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടക്കും. മദ്രസ കമ്മിറ്റി ചെയർമാൻ ബാവ ഹാജി അധ്യക്ഷത വഹിക്കും. റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് ഷംസുദ്ദീൻ ഫൈസി അൽ ഐദറൂസി ഉദ്ഘാടനം നിർവഹിക്കും. അബ്ദുൽ ഖാദർ ഫൈസി പാതിരാമണ്ണ വിഷയാവതരണം നടത്തും. ട്രാൻസിറ്റ് യാത്രക്കാർക്ക് മസ്കത്തിൽ സൗജന്യ സ്റ്റോപ്പ് ഓവർ പ്രഖ്യാപിച്ച് ഒമാൻ എയറും പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയവും. ഒമാൻ എയറിന്റെ പ്രീമിയം ക്ലാസ് യാത്രക്കാർക്ക് മസ്കത്തിൽ സ്റ്റോപ്പുള്ള ദിവസം ഒരു രാത്രി സൗജന്യ ഹോട്ടൽ താമസം അനുവദിക്കും. ഇക്കോണമി ക്ലാസ് യാത്രക്കാർക്ക് ഒരു ദിവസത്തെ നിരക്കിൽ 2 രാത്രിയും താമസ സൗകര്യം ലഭിക്കും. നവംബർ 30 വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുകയെന്നും ദേശീയ വിമാന കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു. ഇതിനു പുറമെ ഒമാനിലെ ആഭ്യന്തര ടൂർ പാക്കേജുകൾ, വാടക കാർ സേവനങ്ങൾ തുടങ്ങിയവയിൽ വലിയ നിരക്കിളവും ലഭ്യമാകും. കുറഞ്ഞ സമയങ്ങൾക്കകം ഒമാന്റെ തലസ്ഥാന നഗരിയും പരിസരങ്ങളും ചുറ്റിക്കറങ്ങാനും ആസ്വദിക്കാനും യാത്രക്കാർക്ക് അവസരമൊരുങ്ങും. യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള യാത്രികർക്ക് ഏറെ ഗുണകരമാകുന്നതാണ് ഒമാൻ എയർ സൗജന്യ സ്റ്റോപ്പ് ഓവർ. ഒമാനിലേക്ക് യൂറോപ്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് ഹലോ യൂറോപ്പ് എന്ന പേരിൽ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം പ്രചരണ ക്യാമ്പയിൻ നടത്തി വരികയാണ്. ഒമാന്റെ വിവിധ ഭാഗങ്ങളിലായി അരങ്ങേറുന്ന ടൂറിസം പ്രചരണങ്ങളിൽ ഫ്രാൻസ്, ഇറ്റലി, UK, അയർലൻഡ്, സ്വിറ്റ്സർലൻഡ്, സ്പെയിൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 70-ൽ പരം ടൂറിസം കമ്പനികൾ പങ്കാളികളാകുന്നുണ്ട്. വർക്ക്ഷോപ്പുകൾ, പൈതൃക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സന്ദർശനം, പ്രദർശനങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ തുടങ്ങിയവ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും. ലോകകപ്പ് യോഗ്യതയുടെ 2ാം ഘട്ട മത്സരങ്ങൾക്കായി ഒമാൻ ഒരുങ്ങി. ഗ്രൂപ്പ് ബിയിൽ ചെമ്പടയുടെ ആദ്യ എതിരാളികളായ ഇറാഖിനെ ബസ്ര അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഒമാൻ ഇന്ന് നേരിടും. ഒമാൻ സമയം രാത്രി 8 മണിക്കാണ് കിക്ക് ഓഫ്. റാങ്കിങ്ങിൽ മുന്നിലും കണക്കുകളിൽ ശക്തരുമായ ഇറാഖിനെ പൂട്ടാൻ കോച്ച് സിൽഹാവിയുടെ കീഴിൽ കഠിന പരിശീലനം പൂർത്തിയാക്കിയാണ് ടീം ഇറങ്ങുന്നത്. മത്സരത്തിനായി കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ ബസ്രയിലെത്തിയ ടീം പരിശീലനം തുടരുകയാണ്. മസ്കത്തിലെ ആഭ്യന്തര ക്യാമ്പ് പൂർത്തിയാക്കിയാണ് ടീം ഇറാഖിലേക്ക് പറന്നത്. പരിക്കേറ്റ് ടീം വിട്ട പ്ലേ മേക്കർ സലാഹ് അൽ യഹിയയുടെ അഭാവം ടീമിന് തിരിച്ചടിയാണെങ്കിലും മറ്റു താരങ്ങൾക്ക് മധ്യനിരയിൽ മികച്ച രീതിയിൽ കളി മെനയാനാകുമെന്ന പ്രതീക്ഷയിലാണ് പരിശീലകൻ. പരിചയസമ്പന്നരും പുതുമുഖങ്ങളും അടങ്ങിയതാണ് ഒമാൻ സ്ക്വാഡ്. ഇറാഖിനെ നേരിടുന്നതിന് ടീം മികച്ച മുന്നൊരുക്കങ്ങൾ നടത്തിയതായും വിജയം മാത്രം ലക്ഷ്യം വെച്ചാണ് കളത്തിലിറങ്ങുന്നതെന്നും പരിശീലകൻ സിൽഹാവി പറഞ്ഞു. ICS മസ്കത്ത് ഘടകവും അൽ മദ്രസത്തുൽ തഅലീമുൽ ഖുർആൻ CM സെന്ററും സംഘടിപ്പിക്കുന്ന മവദ്ദത്തുൽ മുസ്തഫ മീലാദ് സമ്മേളനം ഈ മാസം 27-ന് അൽഖൂദ് ഗ്രിൽ ഹൗസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. നജീബ് മൗലവി മീലാദ് പ്രഭാഷണം നടത്തും. സയ്യിദ് AK തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ സംഘടനാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണി മുതൽ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ അവതരിപ്പിക്കും. സമ്മേളന പോസ്റ്റർ പ്രകാശനം നിരവധി നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ അൽഖൂദിൽ നടന്നു. മസ്കത്ത് രാജ്യാന്തര വിമാനത്താവളം വഴി രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച വിദേശിയെ പോലീസ് ആൻഡ് നർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എയർപോർട്ട് സെക്യൂരിറ്റി വിഭാഗം അറസ്റ്റ് ചെയ്തു. പാക്കേജിൽ ഒളിപ്പിച്ച 1200 മയക്കുമരുന്ന് ഗുളികകളാണ് പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തത്. പ്രതി ഏഷ്യൻ രാജ്യക്കാരനാണെന്നും ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും അധികൃതർ അറിയിച്ചു. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ ഒമാൻ ബിസിനസ് ഫോറം സംഘടിപ്പിച്ചു. ധനകാര്യ മേഖലയിൽ ഉൾപ്പെടെ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും നിക്ഷേപ സാധ്യതകൾ അവതരിപ്പിക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് ഫോറം ഒരുക്കിയത്. ഈ വർഷം ജൂൺ വരെയുള്ള കാലയളവിൽ 1.2 കോടി റിയാലിന്റെ ഉഭയകക്ഷി വ്യാപാരം ഇന്ത്യക്കും ഒമാനുമിടയിൽ നടന്നതായി ഫോറത്തിൽ അവതരിപ്പിച്ചു. വ്യവസായ പ്രമുഖരും വിദഗ്ധരും സന്നിധരായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.